ഇവിടുത്തെ കൃഷി രീതികളെ കുറിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഫുള്ള് ചോളമാണ്. ചോളം അറ്റത്ത് കാണുന്ന പച്ചയെല്ലാം പുല്ലാണ്, പശുവിന് കൊടുക്കാനുള്ളതും ഒട്ടകം, ആട് അങ്ങനെയുള്ളതിനൊക്കെ കൊടുക്കാനുള്ള എന്താ പറയുക പുല്ലുകളാണ് അതുള്ളത്. അവിടെ എല്ലാം നേരത്തെ ഈ മതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന മതിലുണ്ടോ, ഈ മതിലൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരത് പുതുക്കിയ പണിതിരിക്കുന്ന ചെറിയൊരു താഴത്തിങ്ങനെ ഇതുപോലെ ഒരു അര അടി ഹൈറ്റിലുണ്ടായിരുന്നു. പിന്നീട് അത് അവർ ഹൈറ്റ് കൂട്ടിയിരിക്കുന്ന ഈ ഇത് ഇടയിൽ അവർ ഇടക്കൃഷി എന്ന പോലെ ഈന്തപ്പനയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈന്തപ്പനയുടെ ഈ ഇതുണ്ടോ, ഈ ചെറുത് നമ്മൾ തെങ്ങ് വെച്ച അതുമാത്രമല്ല വരിക, നമ്മൾ വാഴനെ പോലെ അതിന് ചെടികളും വരും. അതിനവർ വെട്ടി നശിപ്പിക്കും. നമുക്ക് വാഴക്കൃഷി ചെയ്യുന്ന സമയത്ത് വാഴയുടെ ചെറിയ കന്നുകൾ വരുമല്ലോ, അതുപോലെ കണ്ടോ. അപ്പുറത്തെല്ലാം ഇവിടെ ഫുള്ള് കൃഷിയാണ്. നമുക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. മരുഭൂമിയാണ് പറഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പെട്ടെന്ന് കഴിയില്ല. അങ്ങനെയുള്ള കൃഷി രീതികളാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുണ്ടോ, ഇത് നമ്മളെ കൃഷിക്ക് പശുക്കൾക്ക് കൊടുക്കണ പുല്ലാണ്. ഇതേപോലെയാണ്. ഇത് ചീരയാണ്, ഒരുതരം ചീരയാണ്. ഇത് വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഇനി ഇത് അവർ റീകണ്ടീഷൻ ചെയ്തിട്ട് പിന്നെയും വിളവ് ചെയ്യും ഇതിൽ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് പുല്ലാണ്. പശുക്കൾക്കും ഒട്ടകം അങ്ങനെയുള്ളതിനെല്ലാം കൊടുക്കുന്ന പുല്ലാണ്. അതല്ല കേട്ടോ, ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ സെയിം ഫുള്ള് ഏരിയയിൽ ഏക്കർ കണക്കിന് ഇവർ കൃഷി ചെയ്യും. അതെല്ലാം നമ്മൾ ഈ നാട്ടിൽ കനാല് പോലെ വരമ്പത്തെല്ലാം ഇത് ചെയ്യില്ല, അതുപോലെ ഇതിൽ കൂടെ വെള്ളം വിട്ട് നെൽകൃഷി ചെയ്യണ പോലെയാണ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത വീട്ടിലൊരു മാവാണ് കേട്ടോ പൂത്തിരിക്കണമൊക്കെ. ഇവിടെയുള്ള ആൾക്കാർ മരങ്ങൾക്കും കൃഷികൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നവരാണ്. പെട്ടെന്ന് കണ്ട ഒരു മരുഭൂമിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അമ്മാതിരി ഇതിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഈന്തപ്പന കേട്ടോ, അതെന്താ വലിപ്പം നോക്കിയേ. ഇവിടെ അങ്ങനെ എത്ര വലിപ്പമുള്ളതൊന്നും കാണാറില്ല, നല്ല വലിപ്പമുണ്ട്. ഇവർ ഇതിന് പൂങ്കൊലയൊക്കെ നമ്മൾ ഈ തെങ്ങിൻ്റെ പൂങ്കൊല പോലെ അലങ്കാരത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ. അതിങ്ങനെ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി സീസൺ ആവും കുറച്ച് മാസം കഴിഞ്ഞാൽ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.